ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോവേർട്ടിൻ്റെ എക്സ്ട്രീം എന്ന് കേട്ടിരുന്നു നിങ്ങൾ. അതായിരുന്നു ഞാൻ. ഒരു കല്യാണത്തിന് പോവില്ല, ആൾക്കാർ കൂടിക്കണ സഭയിലേക്ക് പോവില്ല, പ്രത്യേകിച്ച് ഗേൾസൊക്കെ ആണെങ്കിൽ ആ വഴിക്ക് പോവില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ ഒരു +2 എല്ലാം കഴിഞ്ഞ് ഞാൻ കടയിലെല്ലാം പോക്ക് തുടങ്ങി. ആൾക്കാരായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടാണ് ഞാൻ മെല്ലെ മെല്ലെ മാറ്റിയത്. അപ്പോഴും എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് മെലിഞ്ഞുണങ്ങിയിട്ട് ആയിരുന്നിൻ്റെത്. അതായത് മെലിഞ്ഞിട്ടുള്ള ശരീരമായ കാരണം ഇതിൻ്റെ മെയിൻ പ്രശ്നം. വേറെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ആൾക്കാരുടെ ഇടയ്ക്ക് പോകാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അനക്ക് വല്ലതും കഴിച്ചൂടാ എലുമ്പ ഇതൊക്കെയായിരുന്നു ഞാൻ കേട്ടിരുന്നത്. കഴിക്കാൻ ചെറുപ്പത്തിലൊന്നും കാര്യമായിട്ട് വീട്ടിലൊന്നും ഉണ്ടായില്ല, അത് വേറെ കാര്യം. പിന്നെ ഇൻട്രോവേർട്ടിന്ന് എങ്ങനെ ഞാനിപ്പോ ഇന്ന് കാണുന്ന ഒരു ഇതിലേക്ക് എത്തിപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന നബിദിന പരിപാടിക്ക് അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം പള്ളികളത്തെ വലിയ ഉസ്താദ് എല്ലാ വർഷവും നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ടൊരു പാട്ടും ഒരു പ്രസംഗം പിടിപ്പിക്കും. അപ്പൊ ഇത് അക്കണ്ട ജനങ്ങളുടെ മുന്നിൽ പ്രസംഗം പറയണം, പാട്ട് പാടണം. അതിൽ ഇനി അറബിക് സോങ് ഉണ്ടാവും, മലയാളം സോങ് ഉണ്ടാവും, മലയാള പ്രസംഗം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഫേസ് ചെയ്തിട്ട് ഒരു സ്റ്റേജ് ഫിയർ ഞാൻ മെല്ലെ മറികടന്നു. ഇതിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് സംസാരിക്കാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. അതായത് നമ്മളെ വൈബിനെത്തിയ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറെ നേരം നിർത്താതെ സംസാരിക്കും. ഇനി ഓരോന്ന് റിപ്ലൈ തന്നില്ലെങ്കിലും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു സ്വഭാവം കാരണം കോളേജിലേക്ക് എത്തിയപ്പോ എന്നെ പിടിച്ച് ടീച്ചർമാര് കോളേജിലെ ലീഡറാക്കി. അങ്ങനെ അതൊക്കെ അങ്ങനെ. ഇനിയിപ്പോ പറയാൻ വന്നത് എന്താ വെച്ചാല്, ഞാനിപ്പോ ഈ വ്ളോഗിങ് തുടങ്ങിയിട്ട് അധികം ദിവസമായില്ല. ഇപ്പോഴും എന്നെ കളിയാക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചിലവരൊന്നും എന്നോട് പറയില്ല, ചിലവരൊക്കെ എന്നോട് പറയും അന്ന് എങ്ങനെയാണ് കാണുന്നത്, ഇതൊരു കോമാളിയാണ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് പല ആൾക്കാരും പലതും പറയും. അത് നിങ്ങൾ കാര്യമാക്കട്ടെ. നിങ്ങളെ റൂട്ടിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക. നമ്മളൊരാളെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളെ സങ്കടപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മനസ്സിനെ നോവിക്കാനോ നമ്മൾ ഇറങ്ങി തിരിക്കാതിരുന്നാൽ മതി. അപ്പൊ നമ്മൾ നമ്മളേതായ രീതിയിൽ ഇങ്ങനെ പോകുമ്പോ ഇപ്പോ ആൾക്കാർ പറയില്ലേ, മാങ്ങള്ള മാവിലെ കല്ലെറിയുള്ളൂ എന്ന് പറയില്ലേ. അതുപോലെ നമ്മളെന്തേലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടണമെങ്കിൽ ഇതേപോലുള്ള കമന്റ്സുകളും ആൾക്കാരുടെ എന്നുള്ള വർത്തമാനങ്ങളും വേണം. അല്ലാതെ നമ്മളൊന്നും ചെയ്യണില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇന്നത്തെ വീഡിയോസ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോ ബാക്കി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.